إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ഏറ്റവും പ്രിയം നിറഞ്ഞ സത്യാന്വേഷികളായ വിശ്വാസിനികളെ സൃഷ്ടാവും സംരക്ഷകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും സൂക്ഷിച്ച് തഖ്വ കൈവരിയാതെ ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് എന്നോടെന്ന പോലെ എല്ലാ ഓരോരുത്തരോടും അതീവ ഗൗരവത്തോടുകൂടി ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശങ്ങളും ആജ്ഞകളുമെല്ലാം കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുകയും നാളെ മരണാനന്തര ജീവിതത്തിൽ റബ്ബിനെ കണ്ടുമുട്ടുകയും ചെയ്യുന്ന നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുകയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ വിശ്വസിച്ച ആളുകൾക്ക് ഒരുക്കി വെച്ചതാണ് സ്വർഗലോകമെന്നത്. എന്നാൽ അല്ലാഹുവിനെ അവിശ്വസിച്ച ആളുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനെ വകവെക്കാതെ ധിക്കരിച്ച ആളുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചിട്ടുള്ള അമ്പിയാക്കളെ, ദൂതന്മാരെ കളവാക്കുകയും അവരെ പരിഹസിക്കുകയുമെല്ലാം ചെയ്ത ആളുകൾ, അത്തരം നീചന്മാരായ ആളുകൾക്ക് ഒരുക്കിവെച്ച ഭവനമാണ് നരകമെന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ ശത്രുക്കളെ ആ നരകത്തിലിട്ടിട്ടാണ് ശിക്ഷ നടപ്പിലാക്കുക. കുറ്റവാളികളെ പാപിക്കപ്പെടുന്ന, അതിനുവേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയാണ് തടവിലാക്കപ്പെടുന്നത്. ആ നരകമെന്നത് അത് കൊടിയ നിന്ദ്യതയും
കടുത്ത നഷ്ടവുമായ കാര്യമാണ്. അതിനേക്കാൾ വലിയ നിന്ദ്യതയും നഷ്ടവും വേറെ ഇല്ല എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ പരിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം, റബ്ബനാ ഇന്നക മൻ തുദ്ഖിലിൻ നാറ ഫഖദ് അഖ്സൈതഹു വമാ ലിൽസാലിമീന മിൻ അൻസാർ. ഞങ്ങളുടെ രക്ഷിതാവേ, നീ വല്ലവനെയും നരകത്തിൽ പ്രവേശിപ്പിച്ചാൽ അവനെ നീ നിന്ദിനാക്കി കഴിഞ്ഞു. വമാ ലിൽസാലിമീന മിൻ അൻസാർ. അക്രമികളായ ആളുകൾക്ക് സഹായികളായി ഒരാളും തന്നെ ഉണ്ടാവുകയില്ല. വീണ്ടും അല്ലാഹു പറഞ്ഞു, വല്ലവനും അല്ലാഹുവോടും അവന്റെ ദൂതനോടും എതിർത്തു നിൽക്കുന്ന പക്ഷം അവർക്ക് നരകാഗ്നിയാണ് ഉണ്ടായിരിക്കുക. അവരതിൽ നിത്യവാസികളായി തീരുകയും അവർ മനസ്സിലാക്കിയിട്ടില്ലേ എന്നതാണ് അല്ലാഹു ചോദിക്കുന്നത്. അതാണ് വമ്പിച്ച ഏറ്റവും വലിയ അപമാനകരമായ അവസ്ഥയാണ് ആ നരകത്തിൽ പ്രവേശിപ്പിക്കുക എന്നതാണ് അല്ലാഹു നമ്മെ വിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മിപ്പിക്കുന്നത്. മാത്രമല്ല, ആ നരകമെന്നത് നാവുകൾക്ക് പറഞ്ഞു ഫലിപ്പിക്കാനും അതുപോലെ തന്നെ തൂലികൾ കൊണ്ട് എഴുതി തീർക്കുവാനും കഴിയാത്ത വിധമാണ് ആ നരകത്തിലെ ആദികളും വേദനകളും ശിക്ഷാമുറകളും എന്നതാണ്. മാത്രമല്ല, അതോടൊപ്പം ആ നരകം അത് ശാശ്വതമായ ഭവനമാണ്. താൽക്കാലികമായ ഭവനമല്ല, ശാശ്വതമായ എന്നെന്നും പ്രാർത്ഥിക്കപ്പെടുന്ന ഒന്നാണ് നരകമെന്നത്. അവിശ്വാസികളായ ആളുകൾ, പാപികളായ ആളുകൾ അതിൽ നിത്യവാസികളാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ വ മുഖാമ. തീർച്ചയായും അത് നരകമെന്നത് ചീത്തയായ താവളമാണ്. മാത്രമല്ല, ആ ചീത്തയായ താവളവും അത് അവർക്കുള്ള പാർപ്പിടവുമാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും. മാത്രമല്ല, ആ നരകമെന്നത് എന്ന് സൃഷ്ടിക്കപ്പെട്ട കാര്യമാണ്. നരകവും സ്വർഗവും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുണ്ട് എന്നതാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം. അതാണ് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നതായി കാണാം, മുത്തഖികളായ തഖ്വയുള്ള ആളുകൾക്ക് അല്ലാഹു അത് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നതാണ് ആ സ്വർഗലോകം എന്നത്. അതുപോലെ കാഫിരീങ്ങളായ അവിശ്വാസികളായ ആളുകൾക്കും ആ നരകമെന്ന ഭവനം അത് അല്ലാഹു തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിന്ന് വന്ന ഹദീസിൽ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ഇന്ന അഹദുക്കും ഇദാ മാത ഉരിദ അലൈഹി മഖഅദഹു ബിൽ അദാതി വൽ അശി ഇൻ കാന മിൻ അഹ്ലിൽ ജന്ന فمن أهل الجنة وإن كان من أهل النار فمن أهل النار فيقال هذا مقعدك حتى يبعثك الله يوم القيامة. നരകവും സ്വർഗവും സൃഷ്ടിച്ചിട്ടുണ്ട്. അത് ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെയാണ് അത് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നത് നമുക്കാർക്കും അറിയുകയില്ല. എന്നാൽ ആ നരകവും സ്വർഗവും അത് ഓരോരുത്തരും മുത്തഖികളായ ആളുകൾ, സ്വർഗാവകാശികളായ ആളുകൾ, അവർ മരണവും കഴിഞ്ഞ് അവരുടെ ഖബർ ജീവിതവും കഴിഞ്ഞ് പരലോകത്തെ വിചാരണയും കഴിഞ്ഞ് നാളെ അല്ലാഹു സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ആ സമയം മുതലല്ല സ്വർഗം കാണുന്നത്. ഇതുപോലെ പാപികളായ ആളുകൾ അവരും ഇതുപോലെ നാളെ വിചാരണ കഴിഞ്ഞ് നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ആ കാലം, ആ സമയം മുതലല്ല അവർ നരകം കാണുന്നത്. മറിച്ച് ഓരോരുത്തരും മരണപ്പെട്ട അന്ന് മുതൽ അവർ ഖബറിലേക്ക് ഇറക്കി വെച്ച ആ ദിവസം മുതൽ, ആ ദിവസത്തിന്റെ പ്രഭാതത്തിലും പ്രദോഷത്തിലും
അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കാണിച്ചു കൊടുക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതാണ് ഹദീസിൽ ഇന്ന അഹദകും ഇദാ മാത ഉരിദ അലൈഹി വഖഅദഹു ബിൽ അദാതി വൽ അശി ഇൻ കാന മിൻ അഹ്ലിൽ ജന്ന ഫമിൻ അഹ്ലിൽ ജന്ന. ഒരാൾ സ്വർഗ്ഗാവകാശിയായിട്ടാണ് മരണപ്പെടുന്നത് എങ്കിൽ ആ സ്വർഗ്ഗത്തിന്റെ ഇരിപ്പിടം അവനെ സ്വർഗ്ഗത്തിൽ ആസ്വദിക്കുന്ന സ്വർഗ്ഗത്തിൽ ഇരിക്കുന്ന അവന്റെ ഇരിപ്പിടം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ദിവസവും ഖബറിലേക്ക് രാവിലെയും വൈകുന്നേരവും അവരിലേക്ക് കാണിച്ചു കൊടുക്കുമെന്നതാണ്. ഇതുപോലെ തന്നെ വൈൻ കാന മിൻ അഹ്ലിൻ നാർ, ഈ നരകത്തിന്റെ അഹ്ലുകാരനായിട്ടാണ് മരണപ്പെടുന്നത് എങ്കിൽ അവനും ഫമിൻ അഹ്ലിൻ നാരി, അവൻ ആ നരകത്തിന്റെ ഇരിപ്പിടം നരകത്തിൽ എവിടെയാണ് ഇരിക്കുന്നത് അതും എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും അവന്റെ ഖബറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിക്കപ്പെടും. ഏതുവരെ فيقال هذا وقعدك حتى يبعث الله يوم القيامة. قيامة നാൾ വരെ ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത് വരെയുള്ള ദിവസം എല്ലാ ദിവസവും ഇതിങ്ങനെ രാവിലെയും വൈകുന്നേരവും അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കുമെന്നാണ്. ഇന്ന് നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ പള്ളിക്കാടുകളിലാണെങ്കിലും സെമിത്തേരികളിലാണെങ്കിലും അതല്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിലും എവിടെയാണോ അവർ മരണപ്പെട്ട് കിടക്കുന്നത് അതിനെ കത്തിക്കരിഞ്ഞ് കരിക്കട്ടകളായിട്ടാണ് എങ്കിലും മത്സ്യത്തിന്റെ വയറ്റിലാണ് എങ്കിലും എവിടെയാണോ അവരുടെ ഖബർ അവരുടെ ബർസഖുള്ളത് ആ സ്ഥലങ്ങളിൽ വെച്ച് ഈ സ്വർഗത്തിന്റെ അവസ്ഥയിൽ മരണപ്പെട്ട ആളാണെങ്കിൽ സ്വർഗീയമായ ഇരിപ്പിടം അവർ കാണുന്നുണ്ട്. നരകത്തിന്റെ അവസ്ഥയിലാണ് മരണപ്പെട്ടതെങ്കിൽ പാവികളായി മരണപ്പെട്ട ആളുകളാണ് എങ്കിൽ ആ നരകത്തിന്റെ ഇരിപ്പിടങ്ങൾ അവർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്കെല്ലാം സ്വർഗീയമായ ഇരിപ്പിടങ്ങൾ കാണിച്ചു കൊടുത്തു അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കും ആ ഒരു സൗഭാഗ്യം നൽകുമാറാകട്ടെ. അതുപോലെ അല്ലാഹു റസൂൽ വീണ്ടും പറഞ്ഞു ഇന്ന റഅയ്തൽ ജന്ന, ഞാൻ സ്വർഗം കണ്ടു. ആ സ്വർഗം കണ്ടപ്പോ എനിക്ക് ആ സ്വർഗം കാണിക്കപ്പെട്ടപ്പോ അതിൽ നിന്നൊരു മുന്തിരിക്കുല ഞാൻ എടുക്കുവാൻ വേണ്ടി ഞാൻ തുനിഞ്ഞു. ഞാൻ അത് എടുത്തിരുന്നുവെങ്കിൽ ഞാൻ ആ മുന്തിരിക്കുല എങ്ങാനും എടുത്തിരുന്നുവെങ്കിൽ ഈ ദുനിയാവ് അവശേഷിക്കുന്ന കാലമത്രയും നിങ്ങൾക്കതിൽ നിന്ന് ഭക്ഷിക്കാവുമായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ആ ഹദീസിൽ കാണാൻ സാധിക്കും. അതുപോലെ ഞാൻ നരകം കണ്ടു. ഇന്ന് ഞാൻ കണ്ടതുപോലെ ഭയാനകമായ ഒരു രംഗം ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ആ നരകത്തിൽ സ്ത്രീകളെയാണ് നരകാവകാശികളിൽ അധിക പേരെയും ഞാൻ കണ്ടത് എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. നരകവും സ്വർഗവും എന്നത് അത് സൃഷ്ടിക്കപ്പെട്ട കാര്യമാണ്. മാത്രമല്ല അല്ലാഹു റസൂലിന്റെ വീണ്ടും ഹദീസുകളിൽ കാണാം വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞ കാര്യങ്ങൾ അത് അപൂർവം ചില കാര്യങ്ങൾ മാത്രമാണ്. അത് അതിന്റെ ഗൗരവം കാണിക്കുവാൻ വേണ്ടി അത്രയും ഗൗരവമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ മാത്രമാണ് അല്ലാഹു റസൂൽ അങ്ങനെ പറയാറുള്ളത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലൗ റഅയ്തും മാ റഅയ്തു ലലഹിക്തും ഖലീലാ വലബകൈതും കസീറാ, ഞാൻ അറിഞ്ഞത് അല്ലെങ്കിൽ ഞാൻ കണ്ടത് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ കണ്ടിരുന്നതെങ്കിൽ നിങ്ങൾ കുറച്ച് മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ കളിതമാശകൾക്ക് വിനോദങ്ങൾക്ക് തമാശകൾക്ക് ചിരിക്കുവാനെല്ലാം നിങ്ങൾ സമയം കണ്ടെത്തുമായിരുന്നുള്ളൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇത് പറഞ്ഞപ്പോ സഹാബികൾ ചോദിച്ചു ഖാലു മാ റഅയ്ത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ അല്ലാഹുവിന്റെ റസൂലേ അങ്ങ് എന്താണ് അറിഞ്ഞത്, അങ്ങ് എന്താണ് കണ്ടത് എന്ന് ചോദിച്ചപ്പോ ഖാല റഅയ്തുൽ ജന്നത വന്നാർ, ഞാൻ സ്വർഗ്ഗവും നരകവും ഞാൻ കണ്ടു എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ സ്വർഗ്ഗവും നരകവും നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ കൃത്യമായി പഠിച്ചു മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ കളിക്കാൻ തമാശകൾക്ക് വിനോദങ്ങൾക്ക് അധികം സമയം നിങ്ങൾ ചെലവഴിക്കുമായിരുന്നില്ല. ദുനിയാവിന്റെ കാര്യങ്ങൾക്ക് നിങ്ങൾ അധികം സമയം ചെലവഴിക്കുമായിരുന്നില്ല. ആഖിറത്തിന്റെ പരലോകത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ മുഴുകുമായിരുന്നു എന്നാണ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ആ നരകം ഭയാനകമാണ്, ഭീതിതമാണ്. ആ നരകത്തിന്റെ ഓരോ യാതന
വേദനകളും പ്രയാസകരമായ അവസ്ഥകളാണ്. അതുകൊണ്ടാണ് മലക്കുകളുടെ നേതാവായ 600 ചിറകുകളുള്ള ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, ആ ജിബ്രീലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെയും സ്വർഗ്ഗത്തെയും സൃഷ്ടിച്ചപ്പോ അത് കണ്ടുവരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ച് പറയുന്നുണ്ട്. ആ വിശാലമായ ഹദീസിന്റെ നരകവുമായി ബന്ധപ്പെട്ട ഭാഗത്തിൽ നമ്മൾ ഇങ്ങനെ കാണാം, യാ ജിബ്രീൽ യാ ജിബ്രീൽ യാ ജിബ്രീൽ ഇദ്ഹബ് ഫൻദുർ ഇലൈഹ, ഞാൻ അക്രമകാരികളായ തിന്മകൾ പ്രവർത്തിച്ചു പോയ കാന്തോന്നികളായ ആ വൃത്തികേടുകൾ ചെയ്തു പോയ ആളുകളെ ശിക്ഷിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കി വെച്ച സൃഷ്ടിച്ചിട്ടുള്ള ആ നരകത്തെ പോയെന്ന് കണ്ടുവാ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ ജിബ്രീൽ നരകത്തെ പോയി കാണുന്നുണ്ട്. ആ ജിബ്രീൽ നരകത്തിന്റെ മുന്നിൽ പോയി നരകം കണ്ടു നിൽക്കുന്ന ആ രംഗം ഹദീസുകളിൽ കാണാം. ആ കണ്ടിട്ട് അല്ലാഹുവിന്റെ അരികിലേക്ക് വരികയാണ്, യാ റബ്ബി യാ റബ്ബി, എന്റെ രക്ഷിതാവേ, എന്റെ റബ്ബേ, എന്റെ റബ്ബേ. എന്തൊരു പ്രയാസകരമാണ് ആ നരകം. ആ നരകത്തെ കണ്ട ഒരാൾ, നരകത്തെ കുറിച്ച് അറിഞ്ഞ ഒരാൾ അല്ലാഹുവേ ആ നരകത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു തിന്മയും ഒരു തോന്നിവാസവും ഒരു വൃത്തികേടും അവൻ ചെയ്യുകയില്ല എന്നാണ്. അത്രയും ഭീതിതമായ, അത്രയും കഠോരമായ പ്രയാസകരമായ ശിക്ഷകളാണ് നരകത്തിലുള്ളത് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് വന്ന് പറയുന്ന ആ രംഗം നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, യുവാക്കളെ, വിദ്യാർത്ഥികളെ, ദുനിയാവ് എന്നത് നിസ്സാരമായ കാലഘട്ടമാണ്. ഒരുപക്ഷേ 10ഉം 20ഉം 25ഉം ഏറിപ്പോയാൽ 70ഉം അതിലപ്പുറവും പോയേക്കാം. അതിനുശേഷം നമ്മുടെ മരണം കടന്നു വരാനുണ്ട്. ആ മരണത്തിന് ശേഷം ഖബറിൽ കിടക്കുവാനുണ്ട്. ആ ഖബറിൽ ജീവിതത്തിന് ശേഷം വിചാരണ കടന്നു വരാനുണ്ട്. വിചാരണയ്ക്ക് ശേഷം രണ്ട് അവസ്ഥകളാണ്. ഒന്നെങ്കിൽ സ്വർഗം, അല്ലെങ്കിൽ നരകം. മൂന്നാമത്തൊരവസ്ഥയില്ല. നമ്മുടെ ജീവിതം സ്വർഗീയമായി തീരണമെങ്കിൽ ഈ ദുനിയാവിൽ തിന്മകൾക്ക് പിന്നാലെ പോകാതെ, ആർഭാടങ്ങൾക്ക് പിന്നാലെ പോകാതെ, സംഗീതത്തിന്റെയും കൂട്ടാട്ടത്തിന്റെയും അതുപോലെ എല്ലാത്തരം തോന്നിവാസങ്ങളുടെയും വൃത്തികളുടെയും പിന്നാലെ പോകാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ, അവിടുന്ന് കാണിച്ച പോലെ ആ നന്മയുടെ പാതയിലൂടെ, സിറാത്തുൽ മുസ്തഖീമിന്റെ പാതയിലൂടെ പോകണം. എങ്കിലേ സ്വർഗീയമായ അവസ്ഥകൾ, ആ സ്വർഗീയ അവസ്ഥകൾ ഖബറിൽ നമുക്ക് നുകരുവാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നരകവാസികളുടെ കൂട്ടത്തിൽ അകപ്പെട്ടു പോകുമെന്ന ഗൗരവകരമായ കാര്യം നമ്മൾ ഓർക്കണം പ്രിയമുള്ളവരെ. അതുകൊണ്ട് ആ നരകമെന്നത് അത് ഒരാൾക്കും സഹിക്കാൻ സാധ്യമല്ല. ഒരാൾക്കും സഹിക്കാൻ, ഉൾക്കൊള്ളാൻ ഒരാൾക്കും അതിലെ ശിക്ഷകൾ ഒരു മനുഷ്യനും ആ ശിക്ഷകൾ ഏറ്റുവാങ്ങാൻ സാധ്യമല്ലാത്ത അത്രയും പ്രയാസകരമാണ് എന്നതാണ്. ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവിക്കുന്ന മനുഷ്യൻ, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവിക്കുന്ന മനുഷ്യൻ അല്ലാഹുവിനോട് പറയുന്നുണ്ട്, റബ്ബേ, ഞാനാണല്ലോ ഈ നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ അനുഭവിക്കുന്നത് എന്ന്. എന്താണ് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ? ഒരു തീക്കണൽ കൊണ്ടുള്ള ചെരുപ്പ് ധരിപ്പിക്കപ്പെടുമെന്നതാണ്. അത് ധരിച്ചാൽ അവന്റെ തലയോട്ടി അടക്കം അവന്റെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളും പൊട്ടിയൊലിക്കപ്പെടുമെന്നതാണ്. അതാണ് ഏറ്റവും നിസ്സാരമായ ശിക്ഷ. അത് അനുഭവിക്കുന്ന മനുഷ്യൻ അല്ലാഹുവിനോട് പറയുന്നു, റബ്ബേ, ഞാനാണല്ലോ ഈ നരകത്തിൽ ഏറ്റവും വലിയ ശിക്ഷ അനുഭവിക്കുന്നത് എന്ന്. സഹോദരങ്ങളെ, അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടുള്ള ഓരോ ശിക്ഷയുടെ കാറ്റഗറികൾ എങ്ങനെയുള്ളതായിരിക്കും നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? സുബ്ഹാനല്ലാഹ്, നമ്മൾ ഈ ദുനിയാവിൽ അനുഭവിക്കുന്ന ഈ ചൂടുണ്ടല്ലോ, തീയിന്റെ ചൂടാണെങ്കിലും വെയിലിന്റെ ചൂടാണെങ്കിലും അതെല്ലാം നരകത്തിൽ നിന്നുള്ള ഒരു ചൂട്, 70 ചൂടിന്റെ ആ 70 അംശങ്ങളിൽ നിന്ന് ഒരു അംശം മാത്രമാണ് എന്നതാണ്. നരകത്തിന്റെ ചൂട് 70 ഇരട്ടിയാണ്. അങ്ങനെയുള്ള ശിക്ഷകളാണ് നരകത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതം നന്നാക്കാൻ, ജീവിതം അല്ലാഹുവിനനുസരിച്ച് നമസ്കാരം കൃത്യമായി ജമാഅത്തായി നമസ്കരിക്കാൻ, അതുപോലെ
എന്തെല്ലാം നന്മകൾ നമുക്ക് ചെയ്യാൻ സാധിക്കുമോ ആ നന്മകളിലെല്ലാം ഭാഗവാക്കാകുവാൻ അത്തരം ആളുകളോട് കൂട്ടുകൂടാൻ, ചീത്തയായ വൃത്തികേടുകളുള്ള കൂട്ടുകൂടങ്ങളിൽ നിന്ന് അത്തരം ആളുകളിൽ നിന്ന് ഒഴിവായി സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ നരകത്തിന്റെ പാതയിൽ നിന്ന് സ്വർഗത്തിന്റെ പാതയിലേക്ക് കടന്നു വന്ന് നേരായ പാതയിലൂടെ സഞ്ചരിക്കുവാൻ ഭാഗ്യം ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണം. എങ്കിലേ സ്വർഗം നമുക്ക് ലഭിക്കുകയുള്ളൂ, നരകത്തിൽ രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കഠോരമായ നരകത്തിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിതം ക്രമപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നരകം അത് ആയത്തിൽ അഗാധവും കണ്ണെത്താ ദൂരത്തിൽ വിശാലവുമാണ്. അന്ത്യനാളുമായി ബന്ധപ്പെട്ട 4 കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ കാണാം. ഈ നരകത്തിന്റെ ഭീകരത മനസ്സിലാക്കുവാൻ ആ 4 കാര്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിലൊന്ന്, നരകത്തിന്റെ ആ തീയിൽ പ്രവേശിക്കുന്ന പാപികൾ, ആ പാപികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭീകരമായ സൃഷ്ടികളായി രൂപം മാറ്റുമെന്നാണ്. ഭീമാകാരികളായ പാപികളുടെ എണ്ണം വളരെ കൂടുതലാകും. ആ വളരെ കൂടുതലായിട്ടും നരകം അവരെ എല്ലാം ഉൾക്കൊള്ളുന്ന രീതിയിൽ അത്രയും വിശാലമായി കിടക്കുന്ന ഒന്നാണ്. ഭീകരമായ രൂപമെന്ന് പറഞ്ഞാൽ നരകത്തിൽ പ്രവേശിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ വലത്തെ ചുമൽ മുതൽ ഇടത്തെ ചുമൽ വരെ 3 ദിവസം സഞ്ചരിക്കാൻ ഒരു യാത്രികൻ സഞ്ചരിക്കാൻ എടുക്കുന്ന, അതിവേഗത്തിൽ സഞ്ചരിക്കാൻ എടുക്കുന്ന ദൂരം എത്രയുണ്ടാകുമോ അത്രയും ദൂരത്തേക്ക് അല്ലാഹു ആ മനുഷ്യന്റെ രൂപത്തെ മാറ്റിക്കളയും. ഒരാളുടെ രൂപം. അങ്ങനെയുള്ള കോടിക്കണക്കിന് മനുഷ്യരാണ് നരകത്തിലുള്ളത്. മാത്രമല്ല അവന്റെ മോണ, അവന്റെ പല്ല് ഉൾപ്പെടെയുള്ള ഈ മോണയുടെ ഭാഗം എന്നത് അത് ഉഹുദ് മലയേക്കാളും വലുപ്പത്തിൽ അല്ലാഹു മാറ്റിക്കളയുമെന്നാണ്. അപ്പൊ ഒരാളുടെ രൂപം അതാണ്, അത്രയും ഭീകരമായ രൂപമായിരിക്കും. അങ്ങനെയുള്ള കോടിക്കണക്കിന് മനുഷ്യരെയാണ് നരകത്തിൽ അല്ലാഹു ശിക്ഷയ്ക്ക് വേണ്ടി ആ നരകത്തിലേക്ക് അല്ലാഹു വലിച്ചെറിയുന്നത്. അവരെല്ലാം നരകത്തിലേക്ക് ശിക്ഷ പാർപ്പിക്കേണ്ടുന്ന എല്ലാവരെയും നരകത്തിലേക്ക് പ്രവേശിപ്പിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. യൗമ നഖൂലു ലി ജഹന്നമ ഹൽ ഇംതലഅതി വതഖൂലു ഹൽ മിൻ മസീദ്. നരകമേ, നീ നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടോ? നിനക്ക് ഈ എന്തെങ്കിലും കൂടുതലായി എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോ നരകം പറയും വതഖൂലു ഹൽ മിൻ മസീദ്, ഇനിയും എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. എല്ലാവരെയും പാർപ്പിച്ചിട്ടും നരകത്തിൽ ഇനിയും സ്ഥലം ബാക്കിയുണ്ട് എന്നാണ്. അത്രയും വിശാലമാണ് നരകം. മാത്രമല്ല, രണ്ടാമത്തെ കാര്യം, നരകത്തിന് മുകളിൽ നിന്ന് നരകത്തിലേക്ക് എറിയപ്പെടുന്ന ഒരു കല്ല് ആ നരകത്തിന്റെ അടിത്തട്ടിൽ എത്താനെടുത്ത സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ വിവരിക്കുന്നതായി കാണാം. കുന്നാ മഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം إذ سمع وجبة فقال النبي صلى الله عليه وسلم تدرون ما هذا. ഞങ്ങൾ ഒരിക്കൽ പ്രവാചകന്റെ കൂടെ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു ശബ്ദം കേൾക്കുകയാണ്.
ആ ശബ്ദം, ആ ഒച്ച കേട്ടപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, തദറൂന മാ ഹാദാ, എന്താണ് ആ ശബ്ദമെന്ന് നിങ്ങൾക്കറിയാമോ? സഹാബികൾ ഒന്നടങ്കം പറഞ്ഞു, ഖുല്ലാ അല്ലാഹു വറസൂലുഹു അഅലം. ഇല്ല റസൂലേ, ഞങ്ങൾക്കറിയില്ല, അല്ലാഹുവും റസൂലുമാണ് കൂടുതൽ അറിയുന്നത്. അപ്പോൾ ആ സമയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, ഖാല ഹാദാ ഹജ്റുൻ റൂമിയ ബിഹി ഫിന്നാരി മുൻദു 70 ഖരീഫ. 70 വർഷങ്ങൾക്ക് മുമ്പ് നരകത്തിന്റെ ഏറ്റവും മുകളിൽ നിന്ന് വീണ ഒരു കല്ല് അതിന്റെ അടിത്തട്ടിൽ എത്തിയ ശബ്ദമാണ് നിങ്ങൾ ഈ കേട്ടത് എന്നാണ്. ആ നരകത്തിന്റെ ആഴം എത്രയായിരിക്കും? ലോകത്തിലെ ഏറ്റവും വലിയൊരു ബിൽഡിംഗ്, ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നൊരു കല്ല് താഴേക്കിട്ടാൽ എത്ര സമയമെടുക്കും താഴെ തട്ടാൻ? നിമിഷങ്ങൾ കൊണ്ട് താഴെ തട്ടും. എന്നാൽ നരകത്തിന്റെ മുകളിൽ നിന്നൊരു കല്ല് വീണിട്ട് 70 വർഷമാണ് സഹോദരങ്ങളെ അതിന്റെ അടിയിലെത്താനെടുത്ത സമയമെങ്കിൽ ആ നരകത്തിന്റെ ആഴം എത്രയായിരിക്കുമെന്ന് നമുക്ക് എങ്ങനെയാണ് ഊഹിക്കാൻ പോലും സാധിക്കാത്ത അത്രയും വലിയ ഗർത്തമായിരിക്കും ആ നരകം. അങ്ങനെയുള്ള നരകമാണ്. മൂന്നാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ത്യനാളിൽ നരകത്തെ കൊണ്ടുവരുന്ന ആ ഒരു രൂപത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ന് മലക്കുകളുടെ എണ്ണപ്പെരുപ്പം നരകത്തിന്റെ വലുപ്പത്തെയാണ് അറിയിക്കുന്നത്. അല്ലാഹു റസൂൽ പറഞ്ഞു, ഉത്താബി ജഹന്നമ യൗമഇദിൻ ലഹാ 70000 സിമാമിൻ മഅ കുല്ലി സിമാമിൻ 70000 മലക്കിൻ യജ്റൂനഹാ. അന്ന് ഖിയാമത്ത് നാളിൽ വിചാരണയുടെ ദിവസം നരകത്തെ കൊണ്ടുവരും. എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? അതിന് 70,000 കടിഞ്ഞാണുകളിൽ ബന്ധിപ്പിച്ച രീതിയിലാണ് ആ നരകത്തെ കൊണ്ടുവരുന്നത്. 70,000 കടിഞ്ഞാണിൽ ബന്ധിപ്പിച്ച രൂപത്തിലാണ് കൊണ്ടുവരുന്നത്. ഓരോ സിമാമിലും ഓരോ കടിഞ്ഞാണിലും 1000 മലക്കിൻ യജ്റൂനഹാ. ഓരോ ചെങ്ങലയിലും 70,000 മലക്കുകൾ ഉണ്ടായിരിക്കുമെന്നാണ്. ഒരു ചെങ്ങലയിൽ 70,000 മലക്ക് എന്നല്ല, 70,000 ചെങ്ങലയിലെ ഒരു ചെങ്ങലയിൽ 70,000 മലക്കുകൾ. അങ്ങനെ 70,000 ചെങ്ങലകളിലും ഓരോ 70,000 ചെങ്ങലകളിലും 70,000 മലക്കുകൾ ഉണ്ടാകുമെന്നതാണ്. സുബ്ഹാനല്ലാഹ്. ആ നരകത്തിന്റെ വ്യാപ്തി, ആ നരകത്തിന്റെ ആഴം, ആ നരകത്തിന്റെ വലുപ്പം എത്രയായിരിക്കും സഹോദരങ്ങളെ. അതുകൊണ്ട് ആ നരകത്തിൽ നിന്നാണ് നമ്മൾ രക്ഷ നേടേണ്ടത്. നാലാമത്തെ കാര്യം, സൂര്യനും ചന്ദ്രനും. നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന സൂര്യൻ, ചന്ദ്രൻ, ആ സൂര്യന്റെ വലുപ്പം എത്രയാണ്? നമ്മൾ താമസിക്കുന്ന ഈ ഭൂമി എന്ന ഈ ഭൂമിയെ സൂര്യനിലേക്ക് അടുക്കി വെച്ചാൽ 13.5 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാൻ മാത്രം വലുപ്പമുണ്ട് സൂര്യന് എന്നാണ് ശാസ്ത്രം പറയുന്നത്. അങ്ങനെയുള്ള ആ സൂര്യനെ നരകത്തിലേക്ക് കൊണ്ടുവരുമ്പോ അല്ലാഹു റസൂൽ പറയുകയാണ്, ഇന്ന ശംസ വൽ ഖമറ സൂറാനി മുകവ്വിറാനി ഫിന്നാരി യൗമൽ ഖിയാമ. അന്ത്യനാളിൽ സൂര്യനും ചന്ദ്രനും നരകത്തിൽ ചുറ്റിപ്പൊയ്യപ്പെട്ട 2 കാളയുടെ വലുപ്പത്തിൽ മാത്രമായിരിക്കും. നരകത്തെ അപേക്ഷിച്ച് സൂര്യൻ അത്രയും ചെറുതാണ് എന്നാണ്. അതാണ് നരകമെന്നത്. ആ ഭീമാകാരങ്ങളായ സൂര്യനും ചന്ദ്രനും നരകത്തിൽ വന്നാൽ ആ നരകത്തിന്, ആ സൂര്യന് പോലും കേവലം 2 കാളക്കുട്ടികളുടെ വലുപ്പമാണെങ്കിൽ സഹോദരങ്ങളെ, ആ നരകത്തിന്റെ ആഴവും വീതിയും പരപ്പും ആണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നരകം എന്താണ് എന്ന് നമ്മൾ പഠിക്കണം, സ്വർഗം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതറിയാത്തത് കൊണ്ടാണ് എല്ലാ കൂത്തുകളുടെയും കൂടെ സമൂഹം, ജനങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു അതിന്റെ ആ ഒഴുക്കിന്റെ കൂടെ എങ്ങനെ നമ്മൾ ഒഴുകിപ്പോവുകയാണ്. ഈ കഴിഞ്ഞ ജനുവരി 1 ഡിസംബർ 31 ജനുവരി 1 തീയതി ന്യൂ ഇയറിന്റെ രാത്രിയിൽ എന്തൊക്കെയാണ് നമ്മുടെ സമൂഹം കാട്ടിക്കൂട്ടിയത് എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ സഹോദരങ്ങളെ. നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ വീടുകളിലൊക്കെയുള്ള ഇതിന്റെയൊക്കെ മുൻപന്തിയിൽ നമ്മുടെ ആളുകളാണ്. നമ്മുടെ മുസ്ലിം പേരുള്ള ഇസ്ലാം മതത്തിൽ ജനിച്ചു വളർന്ന ആളുകൾ, മദ്രസകളിൽ പോയി ഇസ്ലാമിന്റെ ബാലപാഠങ്ങൾ പഠിച്ച ആളുകൾ,
എത്ര വേദനാജനകമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് അറിയണം, ഉൾക്കൊള്ളണം. നരകത്തെ നമ്മൾ ഗൗരവത്തോടുകൂടി പഠിക്കണം. ദുനിയാവ് നിസ്സാരമാണ്. ഇത് നമ്മളെ വഞ്ചിച്ചു കളയുന്ന വിഭവമാണ്. ആത്യന്തികമായ ആസ്വാദനം എന്നത് സ്വർഗമാണ്. ഇത് താൽക്കാലികമായ ആസ്വാദനമാണ്. ഇതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ട ആസ്വാദനം എന്നത് എന്നെന്നും നിലനിൽക്കുന്ന, ഇവിടെ വിലക്കപ്പെട്ട എന്തെല്ലാമുണ്ടോ അതെല്ലാം അവിടെ അനവദനീയമാണ്. അവിടെ വിലക്കുകളില്ല. സ്വർഗത്തിൽ വിലക്കുകളില്ല എന്നതാണ്. എല്ലാം അനുവദിക്കപ്പെട്ട, എന്നെന്നും ആസ്വദിക്കപ്പെടുന്ന ഒരു ആസ്വാദനങ്ങളും മടുപ്പുവരാത്തതാണ്. ഇവിടെയുള്ള ആസ്വാദനങ്ങളൊക്കെ മടുപ്പിക്കുന്നതാണ്. കുറച്ചു കഴിഞ്ഞാൽ ഓരോന്നോരോന്ന് മടുപ്പി വരും. പിന്നെ അടുത്തത് നോക്കും. എന്നാൽ സ്വർഗത്തിലെ ആസ്വാദനങ്ങൾ അത് ഒരു കാലത്തും മടുപ്പ് വരാത്ത ആസ്വാദനങ്ങളാണ്. അതാണ് നമ്മൾക്ക് കിട്ടേണ്ടത്. ആ ആസ്വാദനങ്ങളാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. അതുകൊണ്ട് അത് നേടിയെടുക്കണമെങ്കിൽ ചില ഹറാമുകൾ, അതായത് ചില വേലിക്കെട്ടുകൾ നമുക്ക് ദുനിയാവിലുണ്ട്. ആ വേലിക്കെട്ടുകൾക്കുള്ളിൽ നിന്നേ പ്രവർത്തിക്കാവൂ. അതിനെ പൊളിച്ചു കടന്നാൽ ആത്യന്തികമായി നരകമായിരിക്കും എന്നത് നമ്മൾ ഓർക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ദുനിയാവിന്റെ വഞ്ചനകളിൽ നിന്ന് നമ്മെയും നമ്മുടെ കുടുംബത്തെയും എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമുക്കറിയാം, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു തർക്ക വിഷയമാണ് നമ്മുടെ സമുദായത്തിൽ ഉള്ളൊരു തർക്ക വിഷയമാണ് നബിദിനാഘോഷം. അത് ഇസ്ലാമികമാണോ അനിസ്ലാമികമാണോ എന്ന വിഷയം. ഈ വിഷയത്തിൽ എന്താണ് സത്യം, എന്താണ് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇസ്ലാമികമായ പ്രമാണങ്ങൾ ഈ വിഷയത്തിൽ എന്ത് പറയുന്നു എന്നത് നമ്മൾ എപ്പോഴെങ്കിലും പരതി നോക്കിയിട്ടുണ്ടോ? ഇല്ല എങ്കിൽ അതിനുള്ള ഒരു അവസരമാണ് ഇൻഷാ അല്ലാഹ് നാളെ 3-ാം തീയതി ശനിയാഴ്ച ഈ വിഷയത്തിൽ തർക്കത്തിലുള്ള 2 വിഭാഗം ആളുകൾ, നമുക്കറിയാം നമ്മുടെ നാട്ടിലെ സമസ്ത വിഭാഗവും സലഫി വിഭാഗമായ മുജാഹിദ് വിഭാഗവും, ഈ 2 വിഭാഗത്തിലെ പണ്ഡിതന്മാർ നേർക്ക് നേരെ ഇരുന്ന് ഈ വിഷയത്തെക്കുറിച്ച് നാളെ സംവാദം നടക്കുകയാണ്. അത് ജയിക്കാനോ തോൽക്കാനോ അല്ല, തീർത്തും സൗഹാർദ്ദപരമായി നടക്കുന്ന ഈ വൈജ്ഞാനികമായ ഈ ചർച്ചയിൽ ഏതാണ് സത്യമെന്ന് മനസ്സിലാക്കാൻ, ഹക്കേതാണ് എന്ന് പഠിക്കാൻ, മനസ്സിലാക്കാൻ ഈ ഒരു അവസരത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ലൈവായി നാളെ പല ചാനലുകളിലും യൂട്യൂബുകളിലൊക്കെ ഈ സംവാദം നാളെ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ അത് സംപ്രേഷണം ചെയ്യുന്നുണ്ട്. നമ്മൾ ലൈവായി തന്നെ ആ വിഷയം കേട്ട് മനസ്സിലാക്കാൻ, നാളെ കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ മറ്റ് ദിവസങ്ങളിൽ ആ അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിൽ നമ്മുടെ പണ്ഡിതന്മാർ മാസങ്ങളോളമായി ഈ വിഷയത്തിലുള്ള എല്ലാ വിഷയങ്ങളും പഠനങ്ങൾക്ക് വിധേയമാക്കുകയും അവർ അതിനുവേണ്ടി പല സിറ്റിങ്ങുകൾ ഇരിക്കുകയൊക്കെ ചെയ്ത കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ പണ്ഡിതന്മാർക്ക് ഈ വിഷയത്തിൽ കൃത്യമായ രീതിയിൽ ഖുർആനിന്റെയും ഹദീസിന്റെയും സലഫുകളുടെയും എല്ലാം പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ അതിന്റെ ഹക്ക്, സത്യം നാളെ അവിടെ സമർത്ഥിക്കുവാനുള്ള അതിനുള്ള തൗഫീഖ് അല്ലാഹു അവർക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഭയാനകമായ നരകത്തിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും മക്കളെയും എല്ലാം കാത്തുരക്ഷിക്കണേ റഹ്മാനെ. വിശാലമായ അനുഗ്രഹങ്ങൾ പൂത്തൊലിയുന്ന സ്വർഗത്തിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. ജീവിതത്തിൽ വന്നുപോയ വലുതും ചെറുതുമായ പാപങ്ങൾ എല്ലാം അറിയുന്ന നാഥ, ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. നാളെ ഒരു വിഭാഗം നരകത്തിലേക്കും മറ്റൊരു വിഭാഗം സ്വർഗത്തിലേക്കും പോകുമ്പോൾ ആ സ്വർഗക്കാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തുന്ന റഹ്മാനെ. നരകത്തിലേക്ക് പോകുന്ന ഹതഭാഗ്യവാന്മാർ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണ റഹ്മാനെ. അല്ലാഹുവേ, നാളെ അർശിന്റെ തണലിൽ സുഖിക്കുന്ന 7 വിഭാഗം ആളുകളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണ റഹ്മാനെ. അല്ലാഹുവേ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന നല്ല സ്വാലിഹീങ്ങളായ മക്കളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണ റഹ്മാനെ.
രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, വേദനകൾ സഹിക്കാതെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് റഹ്മാനായ റബ്ബേ. അവരുടെ പ്രയാസങ്ങൾക്ക് നീ ശിഫ നൽകണ റഹ്മാനെ. അല്ലാഹുവേ, അവരനുഭവിക്കുന്ന വേദനകൾക്ക് ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ മായ്ച്ചു കളയുകയും പകരം സ്വർഗം നൽകുകയും ചെയ്യുന്ന റഹ്മാനെ. സാമ്പത്തികമായി കടങ്ങൾ കൊണ്ടെല്ലാം പ്രയാസപ്പെടുന്നവരുമുണ്ട്. അവരുടെ പ്രയാസങ്ങളെ നീ ഏറ്റവും നല്ല രീതിയിൽ അത് മാറ്റിക്കൊടുക്കണ റഹ്മാനെ. അത് നീ ദൂരീകരിച്ചു കൊടുക്കണ റഹ്മാനെ. ജീവിതത്തിൽ എത്ര വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിക്കേണ്ടി വന്നാലും ഹറാമിന്റെ പാതയിലേക്ക് പോകുന്ന ആളുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണ റഹ്മാനെ. അല്ലാഹുവേ, മരിക്കുന്ന വേളയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന കലിമത്ത് തൗഹീദിന്റെ വചനങ്ങൾ ഉച്ചരിച്ച് മരിക്കാൻ സൗഭാഗ്യം ലഭിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഅ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി വയാ ഖാലിൽ ഹാജാത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب